ചേഞ്ചസ് നിങ്ങൾക്ക് ആ ചേഞ്ചുകളെ കുറിച്ച് നമ്മൾ ആ ഫീഡ്ബാക്കുകൾ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? അമ്മായി എന്തോ സ്റ്റക്ക് ആയ പോലെ കാണിക്കുന്നു. ഹലോ, യാ, ഓക്കെ, വെരി ഗുഡ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഓൾറൈറ്റ്. അപ്പൊ പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫിൽ നമുക്ക് പല സ്ട്രഗിൾസും ഉണ്ടാവും. നമ്മളുടെ സ്ട്രഗിളിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചു വരുന്നത്? ഇപ്പോ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട്, എന്തെങ്കിലും രീതിയിലുള്ള സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട്? ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആവാം, മറ്റുള്ള രീതിയിലുള്ള സ്ട്രഗിൾ ആവാം. എനി സ്ട്രഗിൾ ദാറ്റ് യു ആർ ഗോയിങ് ത്രൂ? അങ്ങനെ സ്ട്രഗിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ട്രഗിളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോ സ്ട്രഗിൾ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യണം ആണ് നമ്മുടെ ഇന്നത്തെ വിഷയം. സോ ലെറ്റ്സ് ബിഗിൻ. അതെങ്ങനെയാണ് നമ്മൾ ഫേസ് ചെയ്യുക, നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ അതിനെ മറികടന്ന് മുന്നോട്ട് വരിക, നമ്മൾ ഏതെല്ലാം രീതിയിലൂടെ അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആകേണ്ടി വരും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ് ഈ ഒരു പ്രയാസമുള്ള ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് നിറഞ്ഞൊരു കാലഘട്ടം വരും. അപ്പോ നമ്മളുടെ ലൈഫിൽ എല്ലായ്പ്പോഴും ഹാപ്പി ആയിട്ടുള്ള ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാകും എന്നൊരിക്കലും പ്രതീക്ഷിക്കരുത്. നമ്മുടെ ലൈഫിൽ നമുക്ക് പലപ്പോഴും എന്തായിരിക്കും, ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വന്നേക്കാം, പ്രയാസം നിറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസ് വന്നേക്കാം. അതിനെ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? എക്സ്പെക്ട് ചെയ്തേ പറ്റൂ. അത് അൺഅവോയ്ഡബിൾ ആണ്. കാരണം ഗ്രോത്തിന്റെ ഭാഗമാണ്, വളർച്ചയുടെ ഭാഗമാണ്, ഉയർച്ചയുടെ ഭാഗമാണ്. ടീം മെമ്പേഴ്സ്, നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പുകളിലെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക, സോ ദാറ്റ് പീപ്പിൾ ക്യാൻ ജോയിൻ. ഓക്കെ, people can join and they can learn from today's session because this is a very important session. അപ്പോൾ പറഞ്ഞു വന്ന പോയിന്റ് എന്താണ്? നമ്മുടെ സ്ട്രഗ്ലിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ അവർ ഗ്രോത്ത്. നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. കാരണം ഈ സ്റ്റേജ് നമ്മൾ എന്തോ പഠിപ്പിക്കാൻ ശ്രമിക്കും. എന്തോ ഒരു കാര്യത്തിന്റെ പോരായ്മ കൊണ്ടായിരിക്കാം നമ്മൾ ഇപ്പൊ ഈ ഒരു സ്ട്രഗിളിങ്ങിലൂടെ വന്നത്. എന്തിന്റെയോ ഒരു കുറവ് കൊണ്ടായിരിക്കാം. ഇതെന്തെങ്കിലും പഠിക്കാത്തതായിരിക്കാം, ഏതെങ്കിലും ഒരു ശീലം, നമ്മൾ ഒഴിവാക്കേണ്ട ശീലം ഉണ്ടായിരിക്കാം, ആ ശീലം നമ്മൾ കൊണ്ടു നടക്കുന്നത് കൊണ്ടായിരിക്കാം. എന്താണ് നമ്മളെ ഇത് പഠിപ്പിക്കുന്നത്? നമ്മൾ ചോദിക്കുക, എന്താണ് ഈ ഒരു സ്ട്രഗിളിംഗ് പീരീഡ് നമ്മളെ എന്ത് പഠിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്? സോ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാല്, അതിൽ നിന്നുള്ള ആ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു ഭാഗം ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് മറികടക്കാൻ പറ്റുക? അപ്പൊ നിങ്ങൾ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ, സാമ്പത്തികമായിട്ടുള്ള പ്രയാസം, അതല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രയാസമുണ്ടോ, അതുമല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു ഒരു മെന്റലി നിങ്ങൾ വല്ലാണ്ട് ഡൗൺ ആണ്, പല കാരണങ്ങളാൽ. നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? എങ്കിൽ ചോദിക്കുക, ഞാൻ എന്താണ് തെറ്റായി ഇവിടെ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്റെ ഭാഗത്തു നിന്നുള്ള ഏത് പ്രയാസത്തിന്റെ പേരിലാണ് ഞാൻ ഇത് അനുഭവിക്കേണ്ടി വരുന്നത്? എന്തിന്റെ കുറവ് കൊണ്ടാണ് ഞാൻ അനുഭവിക്കേണ്ടി വരുന്നത്? ഫൈനാൻസ് കൺട്രോൾ കിട്ടുന്നില്ല, ഓക്കെ, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ട്, പ്രയാസങ്ങളുണ്ട്, ഓക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഞാൻ പഠിക്കേണ്ടതുണ്ട്. അത് പഠിക്കാൻ വേണ്ടിയിട്ട്, എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കാരണം ഞാനായിട്ട് അറിഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുത്ത് ശരിക്കും ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറല്ലാത്തത് കൊണ്ടുണ്ടായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക. യു ഹാവ് ടു അക്സെപ്റ്റ് ദിസ് ഈസ് എ മിസ്റ്റേക്ക്. എന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള മിസ്റ്റേക്സ് കൊണ്ടോ, സംഗതികൾ കൊണ്ടോ, പോരായ്മകൾ കൊണ്ടോ ആണ് സംഭവിച്ചിരിക്കുന്നത്. എനിക്കിങ്ങനെ ഒരു പോരായ്മയുണ്ട്, എനിക്ക് കറക്റ്റ് ചെയ്തേ പറ്റൂ. അക്സെപ്റ്റ് ദ റിയാലിറ്റി.
പലപ്പോഴും നമ്മൾ ചിന്തിക്കും, എന്തിനാണ്, വൈ മീ, എനിക്ക് എന്തിനാ ഇങ്ങനെ, ലൈക്ക് നമ്മൾ ചിന്തിക്കും, എന്തിനാണ് ദൈവമേ എനിക്ക് ഇങ്ങനെ ഒരു പ്രയാസം, ഞാൻ എന്ത് തെറ്റാ ചെയ്താലും ഞാൻ അർഹിക്കുന്നില്ലല്ലോ, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ലല്ലോ. നോ, ദർ ഇസ് എ റിയാലിറ്റി. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താണോ അതിനനുസരിച്ചുള്ള കാര്യങ്ങളെ നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു എന്നുള്ളതല്ല നമുക്ക് ലഭിക്കുക. നമ്മൾ എന്താണ്, നമ്മൾ ആരാണ്, നമ്മളുടെ ഉള്ളിൽ എന്താണ്, അതിനനുസരിച്ചേ നമുക്ക് ലഭിക്കുള്ളൂ. വാട്ട് യു ആർ. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ട് യു ആർ എക്സാക്ട്ലി, ജെന്യുവൻലി, ഹോണസ്റ്റ്ലി, ഒത്തന്റിക്കലി, ഡീപ്പർ ലെവൽ നിങ്ങൾ എന്താണ്, നിങ്ങൾ ആരാണ്. എത്ര മറച്ചു വെച്ചാലും, എത്ര എക്സ്ക്യൂസ് പറഞ്ഞാലും, എത്ര കളവ് പറഞ്ഞാലും, എത്ര മറ്റുള്ളവരുടെ മുമ്പിൽ മൂടി വെച്ചാലും, ഡീപ് ഡൗൺ നമുക്കറിയാം നമ്മൾ ആരാണ്. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പൊ ആ പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ, കറക്റ്റ് ചെയ്താൽ മാത്രമേ അത് റെഡി ആയിട്ട് വരൂ. അപ്പൊ ആ പ്രോബ്ലം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചേ പറ്റൂ, നമ്മൾ ഇമ്പ്രൂവ് ചെയ്തേ പറ്റൂ, നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. then that's how you can grow. അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. we have to fix it. അപ്പൊ ഫൈനാൻഷ്യൽ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യലി നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഏത് രീതിയിൽ ചെയ്യാൻ പറ്റും. അത് ചില ആൾക്കാരുടെ സഹായം തേടലായിരിക്കാം. നമുക്ക് ഫൈനാൻഷ്യലി നമുക്ക് അറിവില്ല എന്നുണ്ടെങ്കിൽ അറിവുള്ളവരുടെ കൂടെ കൂടി അവർക്ക് കൂടെ ബെനിഫിറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ദാറ്റ്സ് ഹൗ യു ക്യാൻ ഡു ഇറ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഹലോ. സോ എങ്ങനെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ, കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ, നല്ല രീതിയിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ആയിട്ടുള്ള ഒരു നിങ്ങളുടെ ഒരു ഗ്രോത്തിലേക്ക് നിങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം മാറിക്കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിഫ്ലക്ട് ചെയ്യേണ്ട കാര്യം, ഇതെന്ത് സത്യമാണ് എന്നെ പഠിപ്പിക്കാൻ വന്നത്. ഇനിയും ഇതിൽ നിന്ന് ഞാൻ സത്യം മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിഞ്ഞുള്ളൂ. അല്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്നല്ല ഞാൻ പറഞ്ഞ വെച്ചാൽ, ആ പ്രയാസം നമ്മളിൽ നിന്ന് നീങ്ങില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എപ്പോഴും ഉണ്ടാവും. താൽക്കാലികമായിട്ടുള്ള ഒരു ഫിക്സിംഗ് അല്ല വേണ്ടത്. യു ഹാവ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് ലൈക്ക് പ്രോബ്ലം ഫോർ എവർ. എങ്ങനെ നമുക്കത്, അല്ലെങ്കിൽ ആ പ്രോബ്ലം എങ്ങനെ നമുക്ക് പരിഹരിക്കപ്പെടും. മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഇതിനൊക്കെ എല്ലാത്തിനും ഒരു കാരണത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. കറക്റ്റായ ഒരു പർപ്പസിലേക്കാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു നല്ലതിന് വേണ്ടിയിട്ടാണ് ഇത് സംഭവിച്ചത് എന്ന് അക്സെപ്റ്റ് ചെയ്യാം. നല്ലതിനാണ് ഇത് സംഭവിച്ചത്, ഇതിൽ നല്ലതുണ്ട്. ആ നല്ലത് എന്താന്നുള്ളത് എനിക്കിപ്പോ നോക്കിയിട്ട് കാണുന്നില്ല, പക്ഷെ അത് വർക്കൗട്ട് ആയിട്ട് വന്നോളും. അതിലൊരു നന്മയുണ്ടാകും, അതിലൊരു ശരിയുണ്ടാകും. ആ ശരിയിലേക്ക് നമ്മൾ വിശ്വസിക്കാം, അതിൽ ക്ഷമ പാലിക്കാം, ക്ഷമയോട് കൂടിയിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാം. അതിനെ അക്സെപ്റ്റ് ചെയ്യാതെ നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്തോറും നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് പുറത്തേക്ക് വിടുന്നത്. നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി പുറത്തേക്ക് വിടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നെഗറ്റീവായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാനും കൂടുതൽ പ്രശ്നങ്ങൾ അട്രാക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കും അത് പോകും. അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ഒരു പ്രയാസത്തിലൂടെ കടന്നു പോവുക എന്ന് പറയുന്നത് വല്ലാത്ത പ്രയാസമേറിയിട്ടുള്ള ഒരു അനുഭവമായി മാറും. മറിച്ച് അവിടെ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട്, നമ്മൾ നല്ല രീതിയിലേക്ക് അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ, വി ജസ്റ്റ് ലെറ്റ് ourselves go through and grow through. We grow through what we are going through. നമ്മൾ എന്തിലൂടെയാണോ കടന്നു പോകുന്നത് അത് നമ്മളെ വളർത്തും എന്നാ പറയുന്നത്. നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് വളരാം അല്ലെങ്കിൽ തളരാം. നമുക്ക് വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ, വി ഹാവ് ടു അലോ ourselves. നമ്മൾ അലോ ചെയ്തേ പറ്റൂ, നമ്മൾ അലോ ചെയ്യണം. അതായത് ഈ പറഞ്ഞിരിക്കുന്ന സംഗതിയെ നമ്മൾ റിജക്ട് ചെയ്യാതെ, റെസിസ്റ്റ് ചെയ്യാതെ, അതിനോട് ഫൈറ്റ് ചെയ്യാതെ, അതിനോട് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കാതെ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. വന്നു കഴിഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞു, ഇനി ഇങ്ങനെയാണ്, ഐ അക്സെപ്റ്റ് ദാറ്റ്. ഇതിൽ നിന്ന് എനിക്ക് എന്താണ്, ഞാൻ ഏത് രീതിയിലാണ് ഗ്രോ ചെയ്യേണ്ടത്, ഞാൻ ഏത് രീതിയിലാണ് മുന്നേറേണ്ടത്, ഞാൻ ഏത് രീതിയിലാണ് ഇതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്, ഞാൻ ഏത് രീതിയിലാണ് എന്റെ ലൈഫിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. പോസിറ്റീവായ രീതിയിൽ അപ്രോച്ച് ചെയ്യാം, നെഗറ്റീവായ രീതിയിൽ അപ്രോച്ച് ചെയ്യാം. എല്ലാം തീർന്നു, എല്ലാം കഴിഞ്ഞു, ഇനി എനിക്ക് ഒന്നുമില്ല,
ഞാൻ ആകെ തകർന്നു, ഞാൻ തളർന്നു പോവുകയാണ്, ഞാൻ വിഷമിക്കുകയാണ് എന്ന രീതിയിൽ ചിന്തിച്ച് അങ്ങനെ ഒരു നെഗറ്റീവായ ഒരു രീതിയിൽ അങ്ങനെ പോകാം. അതല്ല, മറിച്ച് നമുക്ക് ചിന്തിക്കാം എന്ത്, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഞാൻ വന്നിരിക്കുന്നു, ഞാൻ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഇതിലെനിക്ക് വളരാൻ എന്തോ ഉണ്ട്, ഇതിലെനിക്ക് പഠിക്കാൻ എന്തോ ഉണ്ട്, ഇതിലെനിക്ക് എന്നെ ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഐ ഹാവ് ടു ചേഞ്ച് മൈസെൽഫ് ആൻഡ് ഐ വിൽ ചേഞ്ച് മൈസെൽഫ് ആൻഡ് ഐ അക്സെപ്റ്റ് മൈസെൽഫ്. ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നെ ചേഞ്ച് ചെയ്തിട്ട് നല്ല രീതിയിലേക്ക് ഞാൻ ഡെവലപ്പ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് ഉഷാറാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും, കൊണ്ടുവരും. വി ഹാവ് ടു ട്രസ്റ്റ്. നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ, ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ? വി ഹാവ് ടു ഡെവലപ്പ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു നമ്മളെ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രോ ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണുക. വി ഹാവ് ടു സീ ഇറ്റ് ലൈക്ക് നമുക്കൊരു അവസരമായിട്ട് നമ്മൾ കരുതുക. അങ്ങനെ നമ്മൾ കരുതി നമ്മൾ ആ ലെവലിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോഴാണ് വി വിൽ ബി ഹാവിങ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു ചേഞ്ച് അവർ ലൈഫ്. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മളുടെ ലൈഫ് എപ്പോഴും നമുക്കൊരു പ്രയാസം നിറഞ്ഞിട്ടുള്ള സംഗതിയായിട്ട് ഇങ്ങനെ കിടക്കും. അങ്ങനെ പ്രയാസവും വിഷമവും ബുദ്ധിമുട്ടും സംഗതികളുമായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത്. സ്വർണ്ണ അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ ഒരു ഹ്യൂജ് ചേഞ്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് പ്രോബ്ലംസിന് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? വാട്ട് ഈസ് യുവർ ആറ്റിറ്റ്യൂഡ്? ആർ യു എ പോസിറ്റീവ് പേഴ്സൺ? ദെൻ കമന്റ് ഡൗൺ, ഐ എം എ പോസിറ്റീവ് പേഴ്സൺ. ജസ്റ്റ് കമന്റ് ഡൗൺ, ജസ്റ്റ് കമന്റ്. നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഐ എം എ പോസിറ്റീവ് പേഴ്സൺ, ഐ എം എ പോസിറ്റീവ് പേഴ്സൺ. ജസ്റ്റ് കമന്റ് ഡൗൺ, ജസ്റ്റ് കമന്റ് ഡൗൺ. ഐ എം എ വെരി പോസിറ്റീവ് പേഴ്സൺ. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഐ എം എ വെരി പോസിറ്റീവ് പേഴ്സൺ. ഐ എം എ പോസിറ്റീവ് പേഴ്സൺ. ജസ്റ്റ് കമന്റ് ഡൗൺ, ഐ എം എ പോസിറ്റീവ് പേഴ്സൺ. ഞാൻ ഒരു പോസിറ്റീവായ വ്യക്തിയാണ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഐ ലവ് മൈസെൽഫ്, ഐ ലവ് മൈ ലൈഫ്, ഐ അക്സെപ്റ്റ് മൈ ലൈഫ് ആസ് ഇറ്റ് ഈസ്. എന്റെ ലൈഫിൽ വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുന്നു. എനിക്കറിയാം അത് അവിടെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അതിനെ എനിക്ക് എന്താ വെച്ചാൽ നല്ല രീതിയിലേക്ക് എന്റെ ലൈഫിനെ ബെറ്റർ ആക്കി കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലേക്ക് ഞാൻ എന്ത് ചെയ്യും, നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഉള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് അടുത്ത വളർച്ചയിലേക്കുള്ള. നമ്മുടെ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രയാസമോ ബുദ്ധിമുട്ടുകളോ സംഗതികളോ വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നമ്മള് അമ്പും വില്ലും നിങ്ങൾക്ക് അറിയാം. വില്ലിൽ അമ്പ് കോർത്തിട്ട് നമ്മൾ പുറകോട്ട് വലിക്കും. എന്തിനാ? കൂടുതൽ ശക്തിയോടെ ആ ലക്ഷ്യത്തിലേക്ക് എന്ത് ചെയ്യും വെച്ചാൽ വിടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ പ്രയാസം ഉണ്ടാകുന്ന സമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അത് കൂടുതൽ ശക്തിയോടെ നമ്മളെ ആ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, വിടുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹ്യൂജ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടരുത്. നെവർ ലൂസ് ഹോപ്പ്, നെവർ ലൂസ് ഹോപ്പ്. പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നെവർ ലൂസ് ഹോപ്പ്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. നമ്മളിപ്പോ ഓക്കെ ആയിരിക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവാം. ആൻഡ് ദാറ്റ്സ് ഓക്കെ. പറയാ ഇറ്റ്സ് ഓക്കെ. വാട്ട് ക്യാൻ ഹാപ്പൻ ബെറ്റർ ദാൻ ദിസ്? ജസ്റ്റ് ട്രസ്റ്റ് ചെയ്തിട്ട് പറയാം. യു ഹാവ് ടു ട്രസ്റ്റ് ദ പ്രോസസ്. ട്രസ്റ്റ് ചെയ്തിട്ട് പറയാന്ന് വെച്ചാൽ വാട്ട് ക്യാൻ ഹാപ്പൻ ബെറ്റർ ദാൻ ദിസ്? വാട്ട് ക്യാൻ ഹാപ്പൻ ബെറ്റർ ദാൻ ദിസ്? താങ്ക് യു സോ മച്ച്. എന്നെ ഞാൻ തിരിച്ചറിയാത്ത, ഞാൻ മനസ്സിലാക്കാത്ത അറിവിലേക്ക് എന്നെ കണ്ണ് തുറപ്പിച്ചതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ മനസ്സറിഞ്ഞ് അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാ പറയുക. കാരണം ഞാൻ തിരിച്ചറിയാത്ത ആ അറിവിലേക്ക് എന്നെ എത്തിച്ചതിന്
നമ്മൾ എന്താ വെച്ചാൽ നിരന്തരം എന്താ വെച്ചാൽ നിങ്ങളൊന്ന് എഴുതുക. നിങ്ങളുടെ ലൈഫിൽ പ്രയാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രയാസങ്ങളിൽ നിന്ന് മറിച്ച് തിരിച്ചു വരണം എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എന്താണ് എന്നെ ഇതിൽ നിന്ന് പഠിപ്പിക്കുന്നത് എന്നുള്ളത് വെച്ചാൽ ഒരു ജേർണൽ അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഡയറി എടുത്തിട്ട് അല്ലെങ്കിൽ ഇതിൽ എഴുതുക. വാട്ട് ഈസ് ടീച്ചിങ് മീ, എന്നെ ഇതെന്താണ് പഠിപ്പിക്കുന്നത്, ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ. എന്നിട്ട് അതിൽ നിന്ന് ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഞാൻ ഏത് രീതിയിലുള്ള മാറ്റങ്ങൾ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതേണ്ടത് എഴുതിക്കോ. ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതിക്കോ. എന്നെ എന്താണ് ഇത് പഠിപ്പിക്കുന്നത്, എന്താണ് എന്നെ ഇത് പഠിപ്പിക്കുന്നത്, ഇതെന്ത് പഠിപ്പിക്കാനാണ് ഇങ്ങോട്ട് വന്നത്, വാട്ട് ഇറ്റ് ഈസ് ടീച്ചിങ് മീ, എന്നെ ഇത് എന്ത് പഠിപ്പിക്കുന്നു. രണ്ടാമത്തത് ഇതിൽ നിന്ന് ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്. എന്നെ പഠിപ്പിച്ചു, ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വന്നതായിരിക്കും. ഇനി ഇതിൽ നിന്ന് ഞാൻ എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടത്, ഇപ്പൊ ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്. രണ്ടാമത്തത്, ഏത് കഴിവിന്റെ അറിവിന്റെ കുറവ് കൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നം വന്നത്. എഴുതിക്കോ, ഏത് കഴിവിന്റെ അറിവിന്റെ കുറവ് കൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നം വന്നത്. ഏത് അറിവിന്റെ കഴിവിന്റെ കുറവ് കൊണ്ടാണ്. ഇനി ഞാൻ ഇത് റെസിസ്റ്റ് ചെയ്താൽ, ഞാൻ ഇതിനെ വല്ലാണ്ട് നെഗറ്റീവായ രീതിയിൽ വിഷമിച്ച് ഡൗൺ ആയിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ, നെഗറ്റീവായ രീതിയിൽ ഞാൻ ഇതിനെ സ്വീകരിച്ചാൽ എനിക്കുണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങൾ എന്തെല്ലാം. ഒരു അവയർനെസ്, നമ്മൾ അവെയർ ആവുകയാണ് വാട്ട് ആക്ച്വലി വിൽ ഹാപ്പൻ എന്നുള്ളതിനെ കുറിച്ചൊരു എക്സസൈസ് നമ്മൾ ചെയ്യണം. ഈ പ്രശ്നങ്ങൾ, നമ്മൾ പ്രയാസങ്ങളോട് ഇതിനെ ഞാൻ നെഗറ്റീവായ രീതിയിൽ അപ്രോച്ച് ചെയ്താൽ എന്തെല്ലാം നഷ്ടങ്ങൾ എനിക്കുണ്ടാകും. ഓക്കെ, നെഗറ്റീവായ രീതിയിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാവും എന്നും കൂടെ വേണമെങ്കിൽ ചോദിക്കും. പക്ഷെ ഒരു നേട്ടവും ഉണ്ടാവില്ല. അപ്പൊ അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സമാധാനത്തിന് വേണമെങ്കിൽ എഴുതാം, പക്ഷെ നേട്ടം ഉണ്ടാവില്ല. അടുത്തത്, പോസിറ്റീവായ രീതിയിൽ ഞാൻ അപ്രോച്ച് ചെയ്താൽ എന്തെല്ലാം രീതിയിൽ ഇത് എന്നെ എംപവർ ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് നേട്ടങ്ങൾ ഉണ്ടാവും. മാനസികമായിട്ടുള്ളത്, മറ്റുള്ള രീതിയിലൊക്കെ പല നേട്ടങ്ങളുണ്ടാവും. ഞാൻ ഇതിനെ പോസിറ്റീവായ രീതിയിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം നേട്ടങ്ങൾ എനിക്കുണ്ടാകും. ഒരു പ്രശ്നത്തിൽ, നിങ്ങളിപ്പോ പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ എക്സസൈസ് എന്തായാലും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ പോസിറ്റീവായ രീതിയിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങളുടെ കുറച്ചുകൂടെ നിങ്ങൾ എന്താ വെച്ചാൽ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുക. അതിന്റെ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതി വെച്ചോ, ഇതിനെ അക്സെപ്റ്റ് ചെയ്താൽ, ഇതിനെ അംഗീകരിച്ചാൽ, ഇങ്ങനെ ഒരു പ്രശ്നം വന്നു ഇതിനെ അംഗീകരിച്ചു. മനസ്സിലാകുന്നുണ്ടോ? എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകും, ആ നേട്ടങ്ങൾ ഉണ്ട്. അപ്പൊ അത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ മനസ്സിലേക്ക് ഒരു ക്ലാരിറ്റി വരും. എന്ത്, ഓക്കെ, ഞാൻ ഇനി ഇങ്ങനെയാണ് പോകേണ്ടത്. അത് നമുക്ക് കൺവിക്ഷനായി മാറും. അത് നമ്മൾക്ക് ഒരു ബോധ്യപ്പെടലാകും. അതിന്റെ നേട്ടങ്ങൾ മുഴുവൻ എഴുതുമ്പോൾ അത് നമ്മുടെ അവയർനെസ്സിലേക്ക് വരും. അടുത്ത കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ പെയിന് വല്ലാണ്ട് വരുന്ന സമയത്ത് നമ്മൾ വല്ലാണ്ട് നമ്മളെ എന്ത് ചെയ്യും, സെൽഫ് ബ്ലെയിം ചെയ്യാൻ തുടങ്ങും. അപ്പൊ സെൽഫ് ഫോർഗിവ്നെസ് ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? സെൽഫ് ഫോർഗിവ്നെസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും. സ്വയം ക്ഷമിക്കുക, സ്വന്തത്തോട് ക്ഷമിക്കുക. നമ്മൾ ഈ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹിക്കലല്ല, ക്ഷമിക്കലാണ്. നമ്മളോട് എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു മിസ്റ്റേക്സ് എനിക്ക് സംഭവിച്ചതായിരിക്കാം, അല്ലെങ്കിൽ എന്റെ തെറ്റുകൊണ്ട് സംഭവിച്ചായിരിക്കാം, എന്റെ പോരായ്മ കൊണ്ട് സംഭവിച്ചായിരിക്കാം, എന്നാലും ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ സത്യസന്ധമായും അഗാധമായും ആത്മാർത്ഥമായും ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് തന്നെ പറയുക. ഈ സെന്റൻസ് എഴുതി വെച്ചോ. ഈ ഒരു പ്രശ്നം എനിക്ക് സംഭവിച്ചത് എന്റെ പോരായ്മ കൊണ്ടാണെങ്കിൽ പോലും, എന്റെ അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ പോലും, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എങ്കിൽ പോലും നമ്മുടെ കാരണം കൊണ്ടായിരിക്കില്ല. പക്ഷെ റിയാലിറ്റി എന്താ വെച്ചാൽ നമ്മളുടെ കാരണമല്ലാതെ നമുക്ക് വേറെ ഒരാൾ പോലും നമ്മളെ ഉപദ്രവിക്കില്ല എന്നുള്ളതാണ്.
നമ്മൾ അനുവദിക്കാതെ ഒരാൾ പോലും നമ്മളെ ഉപദ്രവിക്കില്ല. നമ്മൾ അനുവദിക്കാതെ, നമ്മൾ നിൽക്കേണ്ട രീതിയിൽ നിൽക്കാത്തത് കൊണ്ട്, നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയേണ്ടടുത്ത് നോ പറയാത്തത് കൊണ്ട് ആയിരിക്കാം പല ആൾക്കാരും നമ്മളെ ഉപദ്രവിക്കുന്നത്. അങ്ങനെ ഉണ്ടാകാം. വട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കേണ്ട ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഐ ഫർഗീവ് മൈസെൽഫ്, ഞാൻ എന്നോട് ക്ഷമിക്കുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ അംഗീകരിക്കുന്നു, ഞാൻ എന്നെ സ്വീകരിക്കുന്നു. ആത്മാർത്ഥമായും സത്യസന്ധമായും അഗാധമായും പരിപൂർണമായും എഴുതി വെച്ചോ. ആത്മാർത്ഥമായും സത്യസന്ധമായും പരിപൂർണമായും അഗാധമായും ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ആഴത്തിൽ ഞാൻ എന്നെ സ്നേഹിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ഒരു തരത്തിലുള്ള, എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? am I audible? Hello, is it? am I audible? Yeah. എനിക്കിവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു സ്റ്റക്ക് ആയിട്ടുള്ളത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് സോഫ്റ്റ്വെയർ, ഈ സൂമിന്റെ പ്ലാറ്റ്ഫോം. ബട്ട് ഐ ഹോപ്പ് ഇറ്റ് ഈസ് വർക്കിംഗ് ആണല്ലോ അല്ലെ? യെസ്, വർക്കിംഗ് ആണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വെച്ചാൽ, സത്യസന്ധമായും അഗാധമായും ആത്മാർത്ഥമായും നമ്മളെ സ്നേഹിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ എപ്പോഴും വേണ്ട ഒരു കാര്യം വെച്ചാൽ, നമ്മളുടെ ആത്മാവിനെ ഈ സമയത്തിൽ എന്ത് ചെയ്യരുത്, നമ്മൾ വേദനിപ്പിക്കാൻ കൂട്ടു നിൽക്കരുത്. ആത്മാവിനെ നമ്മൾ കൂടുതൽ 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 സ്നേഹം കൊടുത്ത്, ക്ഷമ കൊടുത്ത് നമ്മൾ കൂടെ നിൽക്കണം. നമ്മുടെ ആത്മാവ് എപ്പോഴും, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ആത്മാവ് എപ്പോഴും പ്യുവർ ആക്കിയിട്ട്, സംശുദ്ധമാക്കിയിട്ട്, അത് വിഷമിക്കാത്ത രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. അതെങ്ങനെ ട്രീറ്റ് ചെയ്യുക? നമ്മൾ ആ ഒരു രീതിയിലുള്ള സ്നേഹം എപ്പോഴും നമ്മുടെ ഉള്ളിനോട്, യഥാർത്ഥ നമ്മളോട് നമുക്ക് ഉണ്ടാവണം. വി ഷുഡ് ഫീൽ ലവ്. നമ്മൾ നെഗറ്റീവായ രീതിയിൽ അല്ലെങ്കിൽ വിഷമിക്കുന്ന ഒരു സാഹചര്യം വരും, ആൻഡ് ദാറ്റ്സ് ഓക്കെ. നമ്മൾ സങ്കടപ്പെട്ടേക്കാം, നമ്മൾ വിഷമിച്ചേക്കാം. ഇതൊക്കെ ശരിക്കും എന്താ വെച്ചാൽ നമ്മളെ തളർത്തുകയാണ് ചെയ്യുക, നമ്മളെ കൂടുതൽ വീക്ക് ആക്കുക ചെയ്യുക, നമ്മൾ കൂടുതൽ നെഗറ്റീവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്താ വെച്ചാല് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയണം, ഇങ്ങനെയൊക്കെ വിഷമം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ആൻഡ് ദാറ്റ്സ് ഓക്കെ. ഇങ്ങനെ വിഷമങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, ഇങ്ങനെ സങ്കടങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, എനിക്ക് ഇങ്ങനെയൊക്കെ പ്രയാസമുണ്ട് എങ്കിൽ പോലും, എനിക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പോലും, ഞാൻ ആ ഒരു അവസ്ഥയെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ആൻഡ് ദാറ്റ്സ് ഓക്കെ എന്ന് നമ്മൾ പറഞ്ഞ് സമാധാനത്തിന്റെ, സാന്ത്വനത്തിന്റെ, ഒരു 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 എന്താ പറയാ, സ്നേഹത്തിന്റെ ഭാഷയിലായിരിക്കണം നമ്മൾ നമ്മളോട് ട്രീറ്റ് ചെയ്യേണ്ടത്. നമ്മളോട് ഈ സമയത്ത് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഐ ലവ് മൈസെൽഫ്. എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഐ ലവ് മൈസെൽഫ്, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. കൈവിടെ വെച്ചിട്ട് പറഞ്ഞു വയ്ക്കുന്നു, എന്റെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും സംഗതികളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഐ ലവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ്. ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, എന്റെ ആത്മാവിനെ സ്നേഹിക്കുന്നു, എന്നെ ഞാൻ സ്നേഹിക്കുന്നു, യഥാർത്ഥത്തിലുള്ള എന്നെ ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു, ആൻഡ് ദാറ്റ്സ് ഓക്കെ. എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഐ വിൽ ഗോ ത്രൂ ദിസ്, ഐ വിൽ ഗെറ്റ് ത്രൂ ദിസ്. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ്. അതൊരു ഗിഫ്റ്റാണ്. താങ്ക് യു സോ മച്ച്. എന്നെ നല്ലതാക്കാൻ വേണ്ടിയിട്ട്, എന്നെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ സഹായിച്ചത്. നിങ്ങളെ ഉപദ്രവിച്ച വ്യക്തികളുണ്ടെങ്കിൽ, നിങ്ങളെ ചതിച്ചിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ, നിങ്ങളെ വഞ്ചിച്ചിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ, നിങ്ങളെ പ്രയാസപ്പെടുത്തിയിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ, അവർക്ക് താങ്ക്സ് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തണം. താങ്ക് യു ഫോർ ടീച്ചിങ് മീ ദിസ് ലെസൺ. ഈ ലെസൺ എന്നെ പഠിപ്പിക്കാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വന്നതിന് താങ്ക് യു സോ മച്ച് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ഫർഗീവ്നെസ് ലെവല് പൂർത്തിയാവും. നമ്മളോട് ഫർഗീവ് ചെയ്യണം. അതേപോലെ തന്നെ ഇതേ സമയത്ത് ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ഫർഗീവ് ആൻഡ് മൂവ് ഓൺ. ഫർഗീവ് ചെയ്തേ പറ്റൂ. ഈസ് ഇറ്റ് ഈസി? ഇറ്റ്സ് നോട്ട് ഈസി അല്ല. ഫർഗീവ് ചെയ്യാന്ന് പറയുന്നത് ആ വേദന അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമില്ല. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും.
ആ ചിന്ത വന്ന് 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 നമ്മളുടെ എനർജി ഫീൽഡിനെ വീക്ക് ആക്കിക്കൊണ്ടിരിക്കും. നമ്മളുടെ എനർജി ഫീൽഡിനെ വീക്ക് ആക്കരുത്. നമ്മൾക്കൊക്കെ നമ്മളുടെ ചുറ്റിലും ഒരു എനർജി ഫീൽഡ് ഉണ്ട്, ഒരു ഊർജ വലയമുണ്ട്. അത് പോസിറ്റീവോ നെഗറ്റീവോ നമ്മളിൽ നിന്ന് വരുന്ന ഊർജം, നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ഊർജത്തിനനുസരിച്ചാണ് ആ എനർജി വലയം ഉള്ളത്. നമ്മളത് ആ എനർജി വലയം, നമ്മുടെ ഉള്ളിലുള്ള എനർജി വലയും നമ്മുടെ പുറത്തുമുള്ള കിടക്കുന്ന ആ മൊത്തത്തിൽ കിടക്കുന്ന നമ്മളുടെ എനർജി ഫീൽഡ്, നമ്മളുടെ ഊർജ സ്രോതസ്, അതിൽ നമ്മൾ എന്താ വെച്ചാൽ നെഗറ്റീവ് ആയിട്ടുള്ള സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ഇമോഷൻസ് നമ്മൾ ഫീൽ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വീക്ക് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അത് സ്വാഭാവികമായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്ന പ്രകാരം നമ്മൾ എന്താ വെച്ചാൽ കൂടുതൽ നെഗറ്റീവായ കാര്യങ്ങൾ അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്ക് പോകും. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമുക്കൊരു ഈ ഒരു പ്രശ്നം നമുക്ക് വന്നതിന് ഒരു വ്യക്തി കാരണമാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോട് നമ്മൾ ഫൊർഗീവ് ചെയ്തേ പറ്റൂ. ഫൊർഗീവ് ചെയ്തിട്ട് എന്ത് പറ്റൂ? നമ്മൾ മൂവ് ഓൺ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്റ്റക്കാണ്. ആ പ്രശ്നത്തിൽ നമ്മളാണ് സ്റ്റക്ക് ആയിരിക്കുന്നത്. ആ പ്രയാസം കൊണ്ട്, ആ ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ സ്റ്റക്ക് ആയിരിക്കുകയാണ്. സ്വർണം മനസ്സിലാവുന്നുണ്ടോ? നമ്മളാണ്, നമുക്ക് എന്താ വെച്ചാൽ നമ്മളെ ദുഃഖിപ്പിക്കുന്ന, നമ്മളെ വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ നമ്മളെ എത്തിച്ചിട്ടുണ്ട് എങ്കിൽ ആ എത്തിച്ചിട്ട് അവിടെ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ പിന്നെ അതിൽ വിഷമിച്ച്, അതിൽ സങ്കടപ്പെട്ട്, അതിൽ പ്രയാസപ്പെട്ട്, അതിൽ അവരോട് വെറുപ്പും വിദ്വേഷവും പകയും അല്ലെങ്കിൽ ആ ഒരു സംഗതികൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഫീൽ ചെയ്ത് അവരെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ചിന്തകൾ വരും. നമ്മൾ പോലും ചിന്തിക്കണ്ട, അതിങ്ങനെ ഉള്ളിലേക്ക് തികട്ടി തികട്ടി വരും. സ്വർണ്ണോ ഉള്ളിലേക്ക് ഇങ്ങനെ വരുമല്ലാണ്ട് നമ്മുടെ ഉള്ളിലേക്ക് എന്താ വെച്ചാൽ അതൊരു വിഷമമായിട്ട്, പ്രയാസമായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ വരും. എന്നോട് അങ്ങനെ പറഞ്ഞു, എന്നോട് ഇങ്ങനെ ചെയ്തു, എന്നോട് നമ്മൾ വല്ലാണ്ട് ട്രസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം നമ്മളോട് അത് ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് ജെനുവിൻ ആയിട്ട് ട്രസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ എല്ലാ രീതിയിലും നമ്മൾ അങ്ങോട്ട് അകമഴിഞ്ഞ് സഹായിച്ച് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം. അങ്ങനെ നമ്മളോട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ സ്റ്റക്കായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിൽ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ട് നമ്മൾ അങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നഷ്ടം നമുക്കാണ്. വി ഹാവ് ടു മൂവ് ഓൺ. നമ്മൾ മൂവ് ഓൺ ചെയ്തേ പറ്റൂ. നമ്മുടെ ലൈഫിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോയേ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്റ്റക്കായി കിടന്ന് നമ്മൾ നശിക്കും. അവിടെ കിടന്ന് നമ്മൾ കൂടുതൽ വീക്കാവും. നമ്മുടെ എനർജി കൂടുതൽ നെഗറ്റീവ് ആവും. നമ്മൾ വീക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ കഴിയാത്ത, നമുക്ക് വല്ലാത്ത വിഷമവും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകും. സോ വി നീഡ് ഹെൽപ്പ്. സംടൈംസ് വി നീഡ് ഹെൽപ്പ്. ആ ഹെൽപ്പ് ചോദിച്ച് ചില ആൾക്കാരുടെ അടുത്തോ, ചില ഒരു തെറാപ്പിസ്റ്റിനെ പോയി കണ്ടിട്ടോ, അല്ലെങ്കിൽ ഫൊർഗീവ്നെസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഗതികൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും യു ഹാവ് ടു മൂവ് ഓൺ. അപ്പൊ എങ്ങനെ ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക? ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സറിഞ്ഞ് ആദ്യം ഇതിനെന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. നമുക്ക് ഇതിനൊരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കണം. ആ വ്യക്തി ഇങ്ങനെ ചെയ്തത് കൊണ്ട് നമുക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടായി. നമുക്ക് പുതിയൊരു തുടക്കം ആരംഭിക്കാം. അതാണ് ഞാൻ എഴുതണം എന്ന് പറഞ്ഞത്. അത് എഴുതി കഴിഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി കിട്ടും. ഇത് എന്തിനാ വന്നത് നിങ്ങളുടെ ലൈഫിലേക്ക്? എന്ത് പാഠമാണ് നിങ്ങളെ പഠിപ്പിച്ചത്? ഇത് ഈ വ്യക്തി കാരണമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സംഭവം മൂലം ഉണ്ടായിട്ടുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ നമ്മളോട് ചെയ്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളോട് ഫൊർഗീവ് ചെയ്യാം. ദെൻ മൂവ് ഓൺ. കാരണം സെൽഫ് ബ്ലെയിം പാടില്ല. സെൽഫ് അത് വല്ലാണ്ട് വീക്കാക്കി കളയുന്നു. അതേപോലെ തന്നെ വേറൊരാൾ ചെയ്തതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഫൊർഗീവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? മൂവ് ഓൺ ചെയ്യണം. ഫൊർഗീവ്നെസ് ചെയ്തതിന് വെച്ചാൽ ഉള്ളിന്റെ ഉള്ളിൽ ഡെപ്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പറയണം. നമുക്ക് അദ്ദേഹത്തോട് പറയാനുള്ളതും സംസാരിക്കാനുള്ളതും ഒക്കെ പറയാം. ആ ഒരു നടന്ന സിറ്റുവേഷനിലേക്ക് മനസ്സിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലേക്ക് ആ ഒരു സിറ്റുവേഷനിൽ, ആ മെമ്മറിയിലേക്ക് പോകാൻ തന്നെ ചിലർക്ക് പേടിയായിരിക്കും. അപ്പൊ അത് ഹൈലി ട്രോമാറ്റിക് ആയിട്ടുള്ള ബിഗ് ടി ട്രോമാസ്, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സംഗതികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ EFTയിൽ നമുക്കെന്ന് വെച്ചാൽ അതിനൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് എന്ന് പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അതൊരു കോച്ചിന്റെ സഹായത്തോട് കൂടിയിട്ട് ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഇരുന്ന് ഹീൽ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ അപ്രോച്ച് ചെയ്തിട്ട് പോകണം. സോ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു ഫൊർഗീവ്നെസ്, യു ഹാവ് ടു ഡു ഇറ്റ്. ഫൊർഗീവ് ചെയ്തേ പറ്റൂ. അത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഇന്റൻസീവ് ആയിട്ടുള്ള ഇമോഷണൽ എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള സെൽഫ് ടോക്കിലൂടെ ചെയ്യാം. റിപ്പീറ്റഡ് ആയിട്ടുള്ള സെൽഫ് ടോക്കിലൂടെ ചെയ്യുക എന്ന് പറയുന്നത്, എപ്പോഴൊക്കെ ആ ഓർമ്മ വരുന്നോ, ആ വ്യക്തിയുടെ മുഖം ഓർമ്മ വരുന്നോ, ജസ്റ്റ് പറയാ, ചുമ്മാ പറയാ, ഐ ഫൊർഗീവ് യു, ഐ ഫൊർഗീവ് യു, ഐ ഫൊർഗീവ് യു, ഐ ഫൊർഗീവ് യു, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു.
ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു. ഐ ഫോർഗീവ് യു. താങ്ക് യു ഫോർ ടീച്ചിങ് മീ ദാറ്റ് ലെസൺ. താങ്ക് യു ഫോർ ടീച്ചിങ് മീ ദാറ്റ് ലെസൺ. ഐ ഫോർഗീവ് യു. ഐ ഫോർഗീവ് യു. ഐ ഫോർഗീവ് യു. ഭയങ്കര പെയിൻ വന്നേക്കാം. ദാറ്റ്സ് ഓക്കെ. അപ്പൊ പറയാം, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ഇസ് പെയിൻഫുൾ. പെയിൻഫുൾ ആണെന്ന് എനിക്കറിയാം. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ഐ ഫോർഗീവ് യു. ഐ ഫോർഗീവ് യു. ഐ ഫോർഗീവ് യു. നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് മറികടന്ന് പുറത്തു വരാനുള്ള ഒരു സ്ട്രെങ്ത്തിലേക്ക് നമ്മൾ എത്തിത്തുടങ്ങും. അപ്പോഴാണ് നമ്മൾ ഫ്രീ ആവുള്ളൂ. നമുക്ക് ഫ്രീ ആയേ പറ്റൂ ഈ വിഷമത്തിൽ നിന്ന്, സങ്കടത്തിൽ. കാരണം ഇപ്പൊ നമ്മൾ അന്ന് ചതിച്ച കാര്യമല്ല, അതിന്റെ ചതിച്ചല്ലോ, അല്ലെങ്കിൽ വഞ്ചിച്ചല്ലോ, അല്ലെങ്കിൽ നമ്മളെ കഷ്ടപ്പെടുത്തിയല്ലോ, നമ്മളെ പ്രയാസപ്പെടുത്തിയല്ലോ, അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചല്ലോ എന്നുള്ള വിഷമം, ആ ഓർമ്മയാണ് നമുക്ക് വിഷമം തരുന്നത്. അത് കഴിഞ്ഞിട്ട് എത്രയോ സംഭവം കഴിഞ്ഞു. സ്വർണ്ണ ആ ഒരു സങ്കടം, ആ ഒരു വിഷമമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയാസം ഉണ്ടാക്കുന്നത്. ആ ഓർമ്മയാണ് പ്രയാസം. ആ ബിറ്റർനെസ്, അതിന്റെ ഒരു പെയിനാണ് നമ്മുടെ മൈൻഡിൽ നിന്ന് പോകേണ്ടത്. അവർ ചെയ്തു കഴിഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞു. ബട്ട് വി ഹാവ് ടു മൂവ് ഓൺ. സോ ഫോർഗീവ് ആൻഡ് മൂവ് ഓൺ. ഫോർഗീവ് ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? യു ആർ ഫ്രീ ഫ്രം യുവർ പ്രിസൺ. നിങ്ങളെ നിങ്ങളെന്ന് വെച്ചാൽ ഫോർഗീവ് ചെയ്തതോട് കൂടിയിട്ട് നിങ്ങളെ ഒരു ജയിലിനുള്ളിലാക്കിയിട്ടുണ്ട്. വേദനകളുടെ അഴികൾ കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ജയില്. ആ ജയിലിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുകയാണ്. നിങ്ങളെ മോചിപ്പിക്കണം. മോചിപ്പിച്ചതോട് കൂടിയിട്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഫ്രീ ആയി. ദ പ്രിസണർ വാസ് യു. നിങ്ങളെ മോചിപ്പിക്കുകയാണ്. വേറെ ആർക്കും മോചിപ്പിക്കാൻ കഴിയില്ല, നമുക്ക് മാത്രമേ മോചിപ്പിക്കാൻ കഴിയൂ. ഈ വേദനകളെ, ഈ സങ്കടങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ചില കേസിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇറ്റ്സ് നോട്ട് ഈസി. അപ്പൊ പറയണെന്ന് വെച്ചാൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ് ഈസ് ഈസി. ഈസിയാണ്, കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾ ഏത് സംഗതിയിൽ നിന്നാണ് സെൽഫ് ഫോർഗീവ്നെസ് കൊടുക്കുക, മറ്റുള്ളവർക്ക് ഫോർഗീവ്നെസ് കൊടുക്കുക. നന്നായിട്ട് ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യണം. ബിക്കോസ് ഫോർഗീവ്നെസ് ആണ് നമ്മുടെ ലൈഫ് നമ്മളെ രക്ഷപ്പെടുത്തിയിരുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? അടുത്തത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് ഇത് നിങ്ങളെ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ ഇപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ, നിങ്ങൾക്ക് മറ്റുള്ള പലരുടെയും സ്വപ്നമല്ലേ? സ്വപ്നം നിങ്ങൾ താമസിക്കുന്ന ഇപ്പോഴത്തെ വീട് നിങ്ങൾക്ക് സ്വപ്നം, മറ്റുള്ള പലർക്കും സ്വപ്നമല്ലേ? സ്വപ്നോ? പ്രയാസമുണ്ടെങ്കിൽ പോലും, വിഷമമുണ്ടെങ്കിൽ പോലും, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ആഗ്രഹങ്ങളും നടക്കാത്തതിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ മറ്റുള്ള പലരുടെയും സ്വപ്നമല്ലേ? നിങ്ങളുടെ ആ ഒരു വീട്, പോരായ്മകളുള്ള ആ ഒരു വീട്, പോരായ്മകളുള്ളതാണെങ്കിൽ പോലും ആ ഒരു വീട്, ചിലപ്പോൾ പോരായ്മകളേ ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടല്ല, നമ്മൾ ചിന്തിക്കുന്നുണ്ടല്ല, ഞാൻ ചിന്തിക്കുന്നില്ലല്ലോ എന്റെ സ്വപ്നങ്ങളെ കുറിച്ച്, എനിക്കുള്ള സൗഭാഗ്യങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ലല്ലോ. സോ വി ഹാവ് ടു ഹാവ് എൻ അവയർനെസ്. ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു അവയർനെസ് വരാൻ വേണ്ടിയിട്ടാണ്. എന്തെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങൾക്കിപ്പോ ഇത് കേൾക്കാൻ പറ്റുന്നില്ലേ? ഒരു കേൾവി ശക്തി ഇല്ലാത്ത ഒരാളെക്കാൾ അയാളുടെ സ്വപ്നമല്ലേ നിങ്ങളുടെ ഈ കേൾവി? ഐ ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ. ഞാൻ ഗ്രേറ്റ്ഫുൾ ആയപ്പെട്ടു, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞേ പറ്റൂ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. മനസ്സറിഞ്ഞ് പറയാം, നിങ്ങളുടെ വിശ്വാസപ്രകാരം പറയാം. ഏറ്റവും നല്ല പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന വേർഡ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുക? പ്രപഞ്ചനാഥന്, നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നന്ദി പറയാം, മനസ്സറിഞ്ഞ് നന്ദി പറയാം. താങ്ക് യു സോ മച്ച്. കർത്താവിന് നന്ദി, ദൈവത്തിന് സ്തുതി, ഈശ്വരന് നന്ദി. അൽഹംദുലില്ലാഹ്. വാട്ട് എവർ ഇറ്റ് ഈസ്, യു ജസ്റ്റ് ഫീൽ ആൻഡ് സേ ഇറ്റ്. ഫീൽ ഫ്രം ഡീപ് ഫ്രം യുവർ ഹാർട്ട് ആൻഡ് സേ ഇറ്റ്. മനസ്സറിഞ്ഞ് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പറയാം. ആൻഡ് വെൻ യു ഫീൽ ആൻഡ് സേ ഇറ്റ്, യുവർ ലൈഫ് ട്രാൻസ്ഫോം. പോസിറ്റീവ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ എനർജി ഫീൽഡിൽ പോസിറ്റിവിറ്റി നിറക്കുക നമ്മൾ ചെയ്യും. കണ്ടിന്യൂസ്ലി നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഈ ഒരു സെഷന് നിങ്ങൾക്ക് താങ്ക്സ് പറയാം. ബിക്കോസ് ഇറ്റ് ബ്രിങ് ബാക്ക് യുവർ അവയർനെസ്. Yes or no? Yes or no? Is it helpful? Is it helpful? അപ്പൊ നമ്മളെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു സെഷൻ നമുക്ക് ആവശ്യമാണ്.
കാരണം നമ്മൾ നമ്മുടെ പെയിന് കൊണ്ട് നമ്മൾ മുങ്ങിപ്പോകുന്നുണ്ട് അറിയാതെ. അപ്പൊ ഒന്ന് വന്നിട്ട് നിങ്ങൾ വന്നിട്ട് ഒന്ന് തട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാ, ഇങ്ങനെ ചെയ്യണം കേട്ടോ, ഇറ്റ്സ് ഓക്കെ, സാരമില്ല, വിഷമിക്കണ്ട, ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി, കാര്യങ്ങളെല്ലാം റെഡി ആയിക്കോ. ഒന്ന് റിമൈൻഡ് ചെയ്യുക, ഒന്ന് കാര്യങ്ങൾ ബെറ്റർ ആയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മളത് സഹായിക്കുക, ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുക. വി നീഡ് സംബഡി, വി നീഡ് സം പീപ്പിൾ, വി നീഡ് ഹെൽപ്പ്. സോ ദിസ് ഈസ് എ ഹെൽപ്പ് ദാറ്റ് യു ആർ ഗെറ്റിംഗ് ഫ്രം ദിസ് പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഹെൽപ്പാണ്. സോ ഇറ്റ്സ് ഓക്കെ. സോ നിങ്ങൾ ചിന്തിക്കുക, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുണ്ട്. കണ്ണുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്, ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്മെൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെ, നടക്കാൻ പറ്റുന്നുണ്ട്, ഇരിക്കാൻ പറ്റുന്നുണ്ട്, മുടിയുണ്ട്, നിങ്ങളുടെ സൗന്ദര്യമുണ്ട്, നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട്, നിങ്ങൾക്ക് ഭക്ഷണമുണ്ട്, ഭക്ഷണം ലഭിക്കുന്നുണ്ട്, താമസിക്കാൻ വീടുണ്ട്, മഴ നനയാതെ താമസിക്കാൻ പറ്റുന്നുണ്ട്, വീട്ടിൽ വൈദ്യുതി ഉണ്ട്, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത്, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ജീവിത പങ്കാളിയുണ്ട്. വാട്ട് എൽസ് യു ഹാവ്? നിങ്ങൾക്ക് എന്തുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ചിന്തിക്കുക. വാട്ട് യു ഹാവ്, നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോഴാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹ്യൂജ് ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് നിങ്ങൾ അത് സഹായിക്കുന്നത്. വാട്ട് എൽസ് യു ഹാവ്? ഇറ്റ്സ് നോട്ട് ഈസി. ലൈഫ് നമ്മൾ അതിലൂടെ കടന്നു പോകാന്ന് പറയുന്നത് പ്രയാസത്തിലൂടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബുദ്ധിമുട്ട് നിറഞ്ഞിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ എപ്പോഴും നമുക്ക് എന്തുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലേക്കുള്ള ഒരു ചേഞ്ചിന് നമുക്ക് അതെന്തോ സഹായകമായി മാറും. ക്ലിയർ ആണോ? ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഇറ്റ്സ് നോട്ട് ഈസി. നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ സെൽഫ് ലവ് കൊടുക്കുക, സെൽഫ് ഫോർഗീവ്. അതാണ് അടുത്ത പറയാനുള്ള, സെൽഫ് ലവ് കൊടുക്കുക. അടുത്ത് പറയാനുള്ള സ്വയം സ്നേഹിക്കുക. അത് ആദ്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, സ്വയം സ്നേഹിക്കുക. അതേപോലെ തന്നെ മറ്റതെന്താണ്, സ്വയം ഫോർഗീവ് ചെയ്യുക. നമ്മൾ സ്വയം ഫോർഗീവ് ചെയ്യുക. അടുത്തത് എന്താണ് നമുക്ക് പറയാനുള്ളത്? സ്വയം സ്നേഹിക്കുക, സ്വയം ഫോർഗീവ് ചെയ്യുക. മറ്റൊരു കാര്യം, സ്വയം നമ്മൾ മറ്റുള്ളവരോട് ഫോർഗീവ് ചെയ്യുക. നമ്മൾക്ക് ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഫോർഗീവ് ചെയ്യും. ദെൻ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. ആ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലൈഫിൽ നമുക്ക് തിരിച്ചു വരാൻ നമുക്ക് സാധിക്കും. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, അക്സെപ്റ്റ് ചെയ്യുക. ഇറ്റ് മേ ടേക്ക് ടൈം. സമയമെടുത്തേക്കാം. And that's okay. That's okay. ക്ഷമ ആവശ്യമാണ്. സമയമെടുത്തോട്ട്. എല്ലാം പെട്ടെന്ന് നടക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ വേണ്ട. സമയമെടുത്ത് നല്ല രീതിയിൽ സംഭവിച്ചാൽ മതി, നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നാൽ മതി എന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തണം. ആക്സെപ്റ്റ് ചെയ്തേ പറ്റും. സമയമെടുത്തോട്ടെ, ഇറ്റ്സ് ഓക്കെ. നമ്മൾ സമയമെടുത്തോട്ടെ, ഇറ്റ്സ് ഓക്കെ. അതായത് ചില കാര്യങ്ങൾക്ക് ചിലപ്പോൾ സമയം എടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടാവില്ല. നമ്മൾ വല്ലാണ്ട് ബേജാറായിരിക്കും. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി, അത് നടക്കേണ്ടി വരും, ഇത് നടക്കേണ്ടി വരും. അപ്പോഴും നമ്മൾ ക്ഷമയോട് കൂടി എന്ന് വെച്ചാൽ നമ്മൾ ടാപ്പ് ചെയ്യുക, നമ്മുടെ എനർജി ഫീൽഡ് കറക്റ്റ് ആക്കി വെക്കുക. നമ്മൾ എന്താ വെച്ചാൽ അടുത്തൊരു സംഗതി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, യു ഹാവ് ടു റൈറ്റ് ഡൗൺ എ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ്. ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് എഴുതാൻ പറ്റും, നിങ്ങൾ എഴുതുക. അതായത് നിങ്ങളുടെ ലൈഫിൽ ഈ പ്രതിസന്ധി മറികടന്ന് മാറുന്നതായിട്ട് നിങ്ങൾ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് താങ്ക്സ് എഴുതി വെക്കുക. എന്റെ ഈ ഒരു പ്രതിസന്ധി, ഇപ്പൊ ജോലി ലഭിക്കാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ജോലി ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, എഴുതേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ജോലി ലഭിച്ചു, അതിന് നന്ദി, താങ്ക് യു സോ മച്ച്. എനിക്ക് ജോലി ലഭിച്ചു, അതിന് നന്ദി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു 3 പ്രാവശ്യം എഴുതാം. എനിക്ക് ജോലി ലഭിച്ചു, താങ്ക് യു സോ മച്ച്. മനസ്സിലാവുന്നല്ലേ പറയുന്നത്? കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതുക. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, എനിക്ക് ലഭിക്കാനുള്ള പണം എനിക്ക് ലഭിച്ചു, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. എന്നോട് ആ വ്യക്തി എനിക്ക് മാപ്പ് തന്നിരിക്കുന്നു, താങ്ക് യു സോ മച്ച്. എന്നോട് പുറത്തിരിക്കുന്നു, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. മനസ്സറിഞ്ഞ് എന്ത് എഴുതുക. അത് നിങ്ങളുടേതായിട്ടുള്ള വിശ്വാസപ്രകാരമായിട്ട് നിങ്ങളുടെ ഭാഷയിൽ എഴുതാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ താങ്ക് യു എന്നുള്ളതിന് പകരം നിങ്ങൾ വിശ്വസിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രപഞ്ചനാഥന് നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം. 3 പ്രാവശ്യം എഴുതുക. ജസ്റ്റ് റൈറ്റ് ഡൗൺ.
ആൻഡ് ദിസ് ഈസ് എ പ്രാക്ടീസ് യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾ നിങ്ങൾ അസുഖം മാറി, താങ്ക് യു സോ മച്ച്. എന്റെ അസുഖം മാറ്റി തന്നതിന് താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. എന്റെ അസുഖം മാറി പരിപൂർണമായിട്ട് എനിക്ക് നടക്കാൻ സാധിക്കുന്നതിന് താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. എന്റെ അസുഖം മാറി പരിപൂർണമായിട്ടും അസുഖം മാറിയിട്ട് എനിക്ക് നടക്കാൻ സാധിച്ചു, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു. ഇത് ഒരുപാട് തവണ, മിനിമം ഒരു ദിവസം ഒരു 20 തവണയെങ്കിലും ഒരു വേർഡ് തന്നെ, അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് 10, 20, 30 തവണ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? അത് കൂടുതൽ എഴുതാൻ പറ്റുമോ? എഴുതുക. അപ്പൊ നിങ്ങളുടെ ഉള്ളിലേക്ക് ആ അവയർനെസ് കയറി നിങ്ങളുടെ ഉള്ളിൽ ആ ഫീലിംഗ് വന്ന്, വല്ലാത്തൊരു ഹാപ്പിനെസ് വന്ന്, വല്ലാത്തൊരു പ്രതീക്ഷ വന്ന്, വല്ലാത്തൊരു ചേഞ്ച് വന്ന്, വല്ലാത്തൊരു പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറുകയും, ആൻഡ് ദാറ്റ് വിൽ അട്രാക്ട് ദ റൈറ്റ് പീപ്പിൾ ഇൻ ടു യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിലേക്ക് എന്ത് ചെയ്യും? റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിന് അട്രാക്ട് ചെയ്യും. റൈറ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് കിട്ടേണ്ട സപ്പോർട്ടിന് ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറും, നിങ്ങളുടെ സംസാര ശൈലി മാറും, നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള ഫീലിങ്സ് മാറും. നിങ്ങൾക്ക് എന്താണോ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദാറ്റ് യു വിൽ ഗോ ആൻഡ് ഡു ഇറ്റ്. അടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു കാരണവശാലും യു ഷുഡ് നോട്ട് സിറ്റ് ഐഡിൽ. വെറുതെ അധിക നേരം ഇരിക്കരുത്. റെസ്റ്റ് എടുക്കാം. നിങ്ങൾ തളർന്നു പോകും, നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം. പക്ഷെ ഒരുപാട് നേരം ചിന്തിച്ച് വെറുതെ ഇരിക്കരുത്. ബി ആക്റ്റീവ്. എന്തെങ്കിലും ചെയ്യുക. വീട്ടിലുള്ള ജോലികളോ ഇതുമായി നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന ജോലികൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ലിസ്റ്റ് ഔട്ട് ചെയ്യും. എനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റും, എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാം, എന്റെ ഈ പ്രയാസം മാറ്റിയെടുക്കാൻ വേണ്ടി എന്തെങ്കിലും എനിക്ക് ചെയ്യാനുണ്ടോ? പുതിയ ജോലി ഇല്ല എന്നുള്ള വിഷമം, ഈ ജോലി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? എങ്കിൽ അത് എഴുതി വെക്കുക. അതിനുവേണ്ടി CV അയക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഇന്നൊരാളെ പോയി കണ്ടിട്ട് സാമ്പത്തിക സഹായം ചോദിക്കാൻ പറ്റുമോ? സാമ്പത്തിക പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അല്ലെങ്കിൽ ഒരു ബിസിനസ് ആശയത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റുമോ? ഇനി ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ചില ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ജോലികൾ പ്രത്യേകം ചെയ്യുക. ഫിസിക്കലി ആക്റ്റീവ് ആകുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടും. അത് നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ വീട് ക്ലീൻ ചെയ്യാം, വൃത്തിയാക്കാം. നിങ്ങളുടെ വസ്ത്രങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അലക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ വീട് വൃത്തിയാക്കാം. നിങ്ങളുടെ തൊടിയിൽ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് ചെയ്യാം. നിങ്ങളുടെ വേറെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയിട്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുക. ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കണം. അതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ എക്സസൈസ് ചെയ്യുക. യു ക്യാൻ ഡു എക്സസൈസ്. അങ്ങനെ നിങ്ങൾ ഫിസിക്കലി നിങ്ങളൊന്ന് വിയർത്ത് കുളിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആക്റ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ദാറ്റ് വിൽ ഹെൽപ്പ്, ദാറ്റ് വിൽ ചേഞ്ച്. ബിക്കോസ് നിങ്ങൾ വെറുതെ സ്ട്രക്ക് ആയിട്ട് ഇരിക്കുമ്പോൾ, ഐഡിലായിട്ട് ഇരിക്കരുത്. അത് നിങ്ങളെ തകർത്ത് കളയും. നമുക്ക് പ്രയാസം, ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ അധികം ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, ഇനിയിപ്പോ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് അടങ്ങി ഒതുങ്ങി ഇരുന്നോ എന്നാ പറയാ ആൾക്കാർ. അല്ല, അടങ്ങി ഒതുങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? തുരുമ്പിടിച്ചു പോകും. നമ്മൾ ആക്റ്റീവ് ആകണം. ആക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പൊ അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുക? ആലോചിക്കുക. ബി ആക്റ്റീവ്. ആക്റ്റീവ് ആകുമ്പോൾ, നമ്മൾ വിയർക്കുമ്പോൾ, നമ്മൾ അധ്വാനിക്കുമ്പോൾ, നമ്മൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എൻഗേജഡ് ആകുമ്പോൾ, ഈ വിഷമത്തിൽ നിന്ന്, ഈ പ്രയാസത്തിൽ നിന്ന് നമ്മൾ അത് മറന്ന് നമ്മുടെ ബോഡിയിൽ ഒരു പോസിറ്റീവ് എനർജി ഫീൽഡ് വരും. ബിക്കോസ് വി ആർ ഡൂയിങ് സംതിങ്, വി ആർ ബീയിങ് ആക്റ്റീവ്. ആക്റ്റീവ് ആകാതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ എന്താ വെച്ചാൽ കൂടുതൽ എന്തായി പോകുന്നത്? നമ്മൾ ഡൗൺ ആയി പോകുന്നത്. സോ ബി ആക്റ്റീവ്. അടുത്തത്, നിങ്ങൾക്ക് വല്ലാത്ത പ്രയാസമുണ്ടോ, സംഗതികളുണ്ടോ? 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. ഒന്ന് വളണ്ടിയറിങ്. സോഷ്യൽ സർവീസിന് വളണ്ടിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ വളണ്ടിയർ ചെയ്യാം. മറ്റുള്ളവരെ സഹായിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? സമൂഹത്തിൽ എന്തെങ്കിലും നന്മ ചെയ്യുന്ന നടക്കുന്ന കാര്യങ്ങളുടെ അതിലേക്ക് ചെല്ലുക. ബി ആക്റ്റീവ് വിത്ത്. ആരെങ്കിലും മറ്റുള്ളവരെ സഹായിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരെ സഹായിക്കുന്ന പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും. കാരണം നമ്മളെക്കാട്ടിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ള ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങും. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു നന്മയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്കത് നമ്മളെക്കുറിച്ചൊരു നല്ല ഫീലിംഗ് നൽകും. യു ക്യാൻ ട്രൈ ദാറ്റ്. എല്ലാവർക്കും പറ്റുന്നല്ല ഞാൻ പറയുന്നത്, പറ്റുന്നവർ ചെയ്യാം.
അടുത്തൊരു കാര്യം എന്താണ്? അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വാട്ട് യു ക്യാൻ ഡു, നല്ല സുഹൃത്തുക്കള് നമുക്ക് ഈ പ്രയാസമുള്ള സമയത്ത് നമുക്ക് ആവശ്യമാണ്. സോ ഗെറ്റ് ഹെൽപ്പ് ഫ്രം അവർ ഫ്രണ്ട്സ്. നമ്മൾ ഈഗോ മാറ്റി വെച്ച്, നമ്മൾ വേണറബിൾ ആയിട്ട്, കരയേണ്ട അടുത്ത് കരഞ്ഞ്, വിഷമിക്കേണ്ട അടുത്ത് വരഞ്ഞ്, മനസ്സ് തുറന്ന് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട് സംസാരിക്കും. ഈഗോ മാറ്റി വെക്കുക. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, ഞാൻ സഹായം ചോദിച്ചാൽ, ഞാൻ സാമ്പത്തിക സഹായം ചോദിച്ചാൽ, ഞാൻ വിഷമിച്ചാൽ, ഞാൻ പ്രയാസപ്പെട്ടാൽ, ഇറ്റ്സ് ഓക്കെ. യു ജസ്റ്റ് ഗോ ആൻഡ് ആസ്ക്. ഈഗോ മാറ്റി വെക്കുക. ഈഗോ മാറ്റി വെച്ചിട്ട് എന്റെ അവസ്ഥ ഇതാണ്, എന്റെ പ്രയാസം ഇതാണ്, എന്റെ കഷ്ടപ്പാട് ഇതാണ്, ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ്, ഞാൻ ഇനി എന്താ ചെയ്യുക? യു ഹാവ് ടു ബി ജെനുവിൻ ആൻഡ് ജെനുവിൻലി ആസ്ക് ദം, എന്ത് ഞാൻ ചെയ്യും? നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരാൻ പറ്റും? എന്നോട് കുറച്ചു നേരം സംസാരിക്കാവോ? ക്യാൻ യു പ്ലീസ് ടോക്ക് ടു മീ? ഞാൻ വല്ലാത്തൊരു വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്. ക്യാൻ യു ഹെൽപ്പ് മീ? യു ഗോട്ട് ഇറ്റ്? യു ഹാവ് ടു ആസ്ക്. യു ഹാവ് ടു ആസ്ക്. ചോദിക്കുക. യു ഹാവ് ടു ആസ്ക് ആൻഡ് ഗെറ്റ് ബ്രില്യന്റ്. അപ്പൊ ആ ചോദിക്കുന്ന സമയത്ത് അവര് നമ്മളെന്താ വെച്ചാൽ ജെനുവിൻ ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ വിഷമം മനസ്സിലാക്കി നിങ്ങളോട് കുറച്ചു നേരം സമയം സ്പെൻഡ് ചെയ്യും, നിങ്ങളോട് ഇരിക്കും, നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കും. അത് നമ്മൾ എന്താ വെച്ചാൽ അവരെങ്ങാനും സഹായിച്ചില്ലെങ്കിലോ, അവരുടെ മുൻപിൽ ഞാൻ നാണം കിട്ടും, ഇതൊന്നും നിങ്ങൾ പറയിടാണ്ട. യു ജസ്റ്റ് ഗോ ആൻഡ് ആസ്ക്. ബി vulnerable, be genuine, and go and ask, and that's okay. Sometimes you need to do that. ക്ലിയർ ആണോ പറയുന്നത്? കണക്ട് വിത്ത് പീപ്പിൾ. നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആകെ ഒറ്റപ്പെട്ടു പോകും, നമ്മൾ വല്ലാണ്ട് തളർന്നു പോകും. വി നീഡ് ടു ഹാവ് ഫ്രണ്ട്സ്, ദ റൈറ്റ് ഫ്രണ്ട്സ്. സപ്പോർട്ട് വേണം. നമ്മുടെ സഹോദരങ്ങളുടെ സപ്പോർട്ട് ചോദിക്കാം. അതിനാണ് ഫാമിലി എന്ന് പറയുന്നത്. അവരുടെ മുൻപിൽ എന്ത് ചെയ്യുക? ജെന്യൂൻ ആയിട്ട് ഇരിക്കുക. ചിലപ്പോൾ കരച്ചിൽ വരും, വിഷമങ്ങൾ വരും. സോ ഗോ ആൻഡ് ആസ്ക് യുവർ ഫാമിലി മെമ്പേഴ്സ്, ഫാമിലി സപ്പോർട്ട്. ആസ്ക് യുവർ പാരന്റ്സ് സപ്പോർട്ട്. Go and tell them. When you need support, you have to ask. Mental health is very important. ഈ പ്രയാസത്തിലൂടെയും വിഷമത്തിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചോദിക്കുന്നത് ഇത് മസ്റ്റാണ്. വേറെ കാര്യം എന്താ ചെയ്യാൻ പറ്റുക? what else you can do? ഇതിനൊക്കെ പുറമെ നിങ്ങൾക്ക് കുറച്ച് പണം ചെലവഴിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കൗൺസിലർ അടുത്ത് പോകാൻ പറ്റുമെങ്കിൽ go and meet a counselor. അതിനാണ് ഈ ലോകത്ത് കൗൺസിലർമാര്, സൈക്കോളജിസ്റ്റുകൾ. നിങ്ങൾക്ക് പ്രയാസമോ ബുദ്ധിമുട്ടോ അതെന്ത് വിഷമമുള്ള സിറ്റുവേഷൻ ആണെങ്കിലും, when that happens, you just go and meet them. They will help you. They will guide you. You got it? There are a lot of things that we can. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ മുൻപിലേക്ക് ഒരുപാട് വഴികൾ വന്നോ? Yes or no? Just comment down. ഒരുപാട് പ്രയാസത്തിലും ബുദ്ധിമുട്ടുകളിലൂടെ കിടക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടും. നമ്മളിങ്ങനെ അത് ആലോചിച്ച് അത് ഉള്ളിലേക്ക് എടുത്തിട്ട് വല്ലാണ്ട് വിഷമിക്കും. ഇത്രയും ഓപ്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവൈലബിൾ ആണ്. നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഇതൊന്നുമില്ല. നമ്മൾ കണ്ടൊരു ലോകം, നമ്മൾ കണ്ടൊരു രീതിയിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയിൽ അതിലൂടെ നടക്കണം. അതിലൂടെ അല്ല നടക്കുക. നമുക്ക് അറിയില്ല നമുക്ക് ഏതിലൂടെയാണ് നമ്മൾ രക്ഷപ്പെടുക. വി ഹാവ് ടു ഫൈൻഡ് എ വേ. And whatever the way is, ഏത് വഴിയാണോ നമുക്ക് കിട്ടുന്നത് അതിലൂടെ വെള്ളി പിടിച്ചെന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണം. അല്ല എനിക്ക് ഇതിലൂടെ തന്നെ വേണം, എനിക്ക് ഇങ്ങനെ തന്നെ വേണം, എനിക്ക് അങ്ങനെ തന്നെ വേണം, എനിക്ക് ഈ രൂപത്തിൽ തന്നെ നടക്കണം, എന്റെ ഈ പ്രശ്നം. നോ, ഷട്ട് അപ്പ്. സംടൈംസ് you should not believe your brain says. നിങ്ങളുടെ ബ്രെയിന് നിങ്ങളിപ്പോ പ്രശ്നത്തിലാവുള്ളത്, നിങ്ങളിപ്പോ വിഷമത്തിലാവുള്ളത്, നിങ്ങളുടെ ബ്രെയിന് പറയുന്നത് കേട്ടിട്ട് കാര്യമില്ല. അതിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അധികം തെറ്റായി പോകാൻ സാധ്യതയുണ്ട്. So get help. മനസ്സിലാവുന്നുണ്ടോ? പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചോദിക്കുന്ന, നിങ്ങൾ ഹെൽപ്പ് ചോദിക്കുന്ന ആൾക്കാർ വളരെ ജെന്യൂൻ ആയിട്ടുള്ള രീതിയിൽ പെരുമാറുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. അങ്ങനെയുള്ള ഫ്രണ്ട്സൊക്കെ നമുക്ക് വേണം. അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ ഇനിയെങ്കിലും ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിനെന്താണ്? നമ്മൾ ജെന്യൂൻ ആവണം. നമ്മൾ തുറന്നു പറയണം നമ്മുടെ കാര്യങ്ങൾ. തുറന്നു പറയാൻ പറ്റുന്ന ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം. നല്ലത്.
ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ദുഃഖവും വിഷമവും സങ്കടവും ഇതിന്റെ ഒരു ഭാരവും താങ്ങി നമ്മൾ നടക്കേണ്ടി വരും. ആൻഡ് ദാറ്റ് ലൈഫ് ഈസ് നോട്ട് ഈസി. ഓക്കെ, ഹൗ വാസ് ടുഡേസ് സെഷൻ? എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ സെഷൻ? ഇസ് ഇറ്റ് യൂസ്ഫുൾ? ഇസ് ഇറ്റ് റിയലി യൂസ്ഫുൾ? താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ദിസ് കമ്മ്യൂണിറ്റി. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തതിന്, ഇത്രയും നമ്മുടെ കൂടെ നിൽക്കുന്നതിന്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന്. ഇസ് ഇറ്റ് റിയലി യൂസ്ഫുൾ? ഒരു അവയർനെസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരിക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് യു ക്യാൻ ഡു ടു ഹെൽപ്പ് യുവർ സെൽഫ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മടി കാണിക്കരുത്, ചോദിക്കേണ്ട ഹെൽപ്പ് ചോദിക്കുക കേട്ടോ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. വിശ്വസിക്കുക, നിങ്ങളുടെ അവസരങ്ങളോ സംഗതികളോ അവസാനിച്ചിട്ടില്ല. യു ആർ ഇംപ്രൂവിങ്, യു ആർ ഗ്രോയിങ്, യു വിൽ സക്സീഡ്. വൺ ഡേ യു വിൽ സക്സീഡ്. ദർ ഈസ് എ വേ. നിങ്ങൾ രക്ഷപ്പെടും. രക്ഷപ്പെടാതെ നിങ്ങൾ എവിടെയും പോകില്ല. നിങ്ങൾ ഇമ്പ്രൂവ് ആകും, നിങ്ങൾ പഠിക്കും. കാരണം നിങ്ങൾ ഇങ്ങനെ പഠിക്കാൻ തയ്യാറാണ്, നിങ്ങൾ ഇങ്ങനെ ക്ലാസ്സുകൾ കേൾക്കാൻ തയ്യാറാണ്, നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ, കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ട് അതിനനുസരിച്ച് ഇംപ്ലിമെന്റ് ചെയ്യാനും, അതിനനുസരിച്ച് ചിന്തിക്കാനും, അതിനനുസരിച്ച് മനസ്സിലാക്കാനും ആ ഒരു അവയർനെസ് ഈ ക്ലാസ്സുകളിലൂടെ, ഈ കമ്മ്യൂണിറ്റിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് കൊണ്ട് യു ആർ നോട്ട് ഫാർ അവേ ഫ്രം യുവർ സക്സസ്. നിങ്ങളുടെ ഗ്രോത്തിൽ നിന്നോ, സക്സസിൽ നിന്നോ, രക്ഷപ്പെടലിൽ നിന്നോ, നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്നോ കംപ്ലീറ്റ്ലി രക്ഷപ്പെടൽ, സമാധാനമുള്ള, ഐശ്വര്യമുള്ള, സമ്പത്തുള്ള ഒരു വല്ലാത്തൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. വൺ ഡേ ഇറ്റ് വിൽ ഹാപ്പൻ. യു ഡോണ്ട് നോ ഹൗ, ഐ ഡോണ്ട് നോ ഹൗ, ഐ ട്രസ്റ്റ് ഇൻ ദ യൂണിവേഴ്സ്. പറയാ, ഐ ഡോണ്ട് നോ ഹൗ. കൈ ഹൃദയത്തിൽ വെച്ചിട്ട് പറയാം, എനിക്ക് അറിയില്ല എങ്ങനെ ഞാൻ രക്ഷപ്പെടുമെന്ന്, എനിക്ക് അറിയില്ല. ആൻഡ് ദാറ്റ്സ് ഓക്കെ. പക്ഷെ മാജിക്കലി ഞാൻ രക്ഷപ്പെടും. ഞാൻ അതിനു വേണ്ടിയുള്ള അറിവുകളും അവയർനെസ്സും എന്നിൽ ഉണ്ടാക്കുന്നത് കൊണ്ട്, ഞാൻ ഈ ക്ലാസ്സുകളിൽ ഇരിക്കുന്നത് കൊണ്ട്, അതിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നതുകൊണ്ട് I will be there. I will change because I have hope in myself. I am trusting the process. ആ പ്രോസസ് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു. എന്നിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. ഞാൻ എത്തേണ്ടടുത്ത് എത്തും. എന്നിലേക്ക് നല്ല വ്യക്തികൾ, നല്ല അവസരങ്ങൾ, നല്ല സമ്പത്ത്, നല്ല ജോലി, നല്ല അറിവ് എല്ലാം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഹാവ് ദാറ്റ് അവയർനെസ് ആൻഡ് ദ ലോ ഓഫ് അട്രാക്ഷൻ വിൽ മാജിക്കലി വർക്ക് ഔട്ട് ഫോർ യു ആൻഡ് യു വിൽ റീച്ച് there. You will reach there. Have that hope inside you. Okay? Have that hope inside you. Don't give up. Don't give up. Don't give up. Don't give up. പ്രതീക്ഷ നഷ്ടപ്പെടരുത്. അവസാനിച്ചിട്ടില്ല. ഒന്നും അവസാനിച്ചിട്ടില്ല. This is a new beginning. This is a new beginning. പുതിയ തുടക്കമാണ്, പുതിയ അവസരമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പുതിയ നല്ല നാളുകളിലേക്കുള്ള യാത്രയിലാണ്. You're on the right track. ഇപ്പോൾ നിങ്ങൾ റോങ് ട്രാക്കിലാണെന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. നിങ്ങൾ എത്തേണ്ട കറക്റ്റ് ട്രാക്കിലാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, നിങ്ങൾ ഇംപ്രൂവ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഈ ഒരു ട്രാക്കിലൂടെ പോയാൽ മാത്രമേ ഇംപ്രൂവ് ചെയ്യുള്ളൂ. കാരണം വേദനയും പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ബോധം ഉണ്ടാവുകയുള്ളൂ. ആ ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ചില കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞും മനസ്സിലാക്കിയും അതിനനുസരിച്ച് സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്ത് അത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുള്ളൂ. വേദന ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരു ചൂടുണ്ടാവുള്ളൂ, കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്ത ബോധം ഉണ്ടാവുകയുള്ളൂ. അതിനാണ് ഈ വേദന, അതിനാണ് ഈ പ്രയാസം എന്ന് മനസ്സിലാക്കി നിങ്ങളെ ഇതിലൂടെ കടത്തി വിടുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ റൈറ്റ് ട്രാക്കിലേക്ക് നിങ്ങൾ പതിയെ 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 എത്തിച്ചേരും. പെട്ടെന്ന് അങ്ങോട്ട് ലക്ഷ്യത്തിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് എത്തിയാൽ പോരാ. സ്ഥിരമായിട്ടുള്ള സക്സസ് ആണ് വേണ്ടത്, വേഗത്തിലുള്ള സക്സസ് അല്ല നിങ്ങൾക്ക് വേണ്ടത്. തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന സക്സസ് ആയിക്കോട്ടെ, വളർച്ചയായിക്കോട്ടെ, ഉയർച്ചയായിക്കോട്ടെ, നന്മയായിക്കോട്ടെ, സമാധാനമായിക്കോട്ടെ, എന്താണെങ്കിലും ശരി, അത് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്. തുടർച്ചയായിട്ട് ലഭിക്കേണ്ടതിന്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിൽ ഉണ്ടാവേണ്ട ചില ക്വാളിറ്റീസ് ഉണ്ട്, ചില കഴിവുകളുണ്ട്, ചില അറിവുകളുണ്ട്, ചില സ്വഭാവ ഗുണങ്ങളുണ്ട്, ചില ക്ഷമ നിങ്ങൾ ഡെവലപ്പായി വരേണ്ടതുണ്ട്, ചില പക്വത നിങ്ങൾ ഡെവലപ്പായി വരേണ്ടത്, ചില വൈകാരിക പക്വത നിങ്ങൾ ഡെവലപ്പായി വരേണ്ടതുണ്ട്, ചില സെൽഫ് ഡിസിപ്ലിൻ നിങ്ങൾ ഡെവലപ്പായി വരേണ്ടത്. അതെല്ലാം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇപ്പോഴത്തെ ഒരു അവസരം. അതെല്ലാം അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. And let us go through this and grow through this. ഈ ഒരു പ്രയാസത്തിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ട് നമുക്ക് നമ്മളെ വളർത്താൻ അനുവദിക്കാം. എന്നിട്ട് നമുക്ക് ബെറ്റർ പേഴ്സൺ ആയിട്ട് മാറാം. We can become stronger, better, more powerful. And that's what is going to happen. And that's what I'm going to happen. And I choose that. അത് ഞാൻ ചൂസ് ചെയ്യുന്നു. അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. I chose to accept it. അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ആ പ്രയാസം ഇതിലൂടെ ഞാൻ കടന്നുപോയി ഞാൻ ബെറ്റർ പേഴ്സൺ ആയിട്ട് മാറും എന്നുള്ള ആ റിയാലിറ്റിയെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. Because that is going to give me strength, that is going to give me hope, that is going to give me a better life in future. എൻ്റെ ബെറ്റർ ലൈഫ് എനിക്കത് നൽകി തരും. Got it? You got it? So feel that. I'm so happy, I'm so glad.
Hope this session was really helpful and empowering for you. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ മൈൻഡ് പവർ കോഴ്സ് ഉണ്ട്. നിങ്ങൾ അതിലേക്ക് വരിക. മൈൻഡ് പവർ കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ വിത്ത് മൈൻഡ് പവർ ആണ്. ആ ഒരു കോഴ്സിലേക്ക് എന്താ വെച്ചാൽ ലൈവായിട്ട് നടക്കുന്ന കോഴ്സാണ്. 10 days പ്രോഗ്രാം ആണ്, 10 ദിവസത്തെ പ്രോഗ്രാം ആണ്. അതിൽ ഇൻ ഡെപ്തിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ക്ലാസ്സുകൾ ഉണ്ടാകും. നിങ്ങളുടെ ലൈഫ് ശരിക്കും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. അതിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ അതിന്റെ ആ ടെക്സ്റ്റ് മെസ്സേജ് നമ്മുടെ പോസ്റ്റ് ചെയ്യാവോ. നമ്മുടെ പേയ്മെന്റ് അടക്കാൻ താല്പര്യമുള്ളവർക്ക് പേയ്മെന്റ് അടക്കാനുള്ള ഗൂഗിൾ പേ നമ്പർ ഉണ്ട്. ആ ഗൂഗിൾ പേ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാം. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം, ഗൂഗിൾ പേ ചെയ്യാം. ആൻഡ് യു ക്യാൻ ജോയിൻ ദ കോഴ്സ് ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ്. കോഴ്സിന്റെ ആക്ച്വൽ ഫീ വരുന്നത് എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സിന്റെ ആക്ച്വൽ ഫീ വരുന്നത് 10,000 rupees ആണ് ആക്ച്വലി. പക്ഷെ അത് നമ്മൾ 7,000 rupees എന്ന് പറയുന്ന ഒരു ഡിസ്കൗണ്ടർ പ്രൈസിൽ കൊടുക്കുകയാണ്. അതിന് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഡേറ്റ് ഉണ്ട്. 25-ാം തീയതിക്കുള്ളിലാണ് നിങ്ങളത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത്. 25-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതാണ് ഈ ഒരു ഏർലി ബേർഡ് ഓഫർ നിങ്ങൾക്ക് ലഭിക്കുക. സോ ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. സോ 25th വരെ ടൈം ഉണ്ട് രജിസ്റ്റർ ചെയ്യാനുള്ള. താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ഇമ്മീഡിയറ്റ്ലി ഈ ഒരു ഓഫർ എന്ത് ചെയ്യുക, ഗ്രാബ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 10,000 രൂപ നിങ്ങൾ പേ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. സോ ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി. കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞിരിക്കുന്ന 5th-നാണ്. ഓക്കെ, അടുത്ത മാസം 5th-നാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ യു ഹാവ് ടു രജിസ്റ്റർ ആൻഡ് പാർട്ടിസിപ്പേറ്റ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ഞാൻ ജസ്റ്റ് ഒരു അറിവ് നിങ്ങൾക്ക് നൽകാന്നേ ഉള്ളൂ, അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്റെ കൂടെ വന്ന് നിങ്ങളുടെ ലൈഫ് ക്ലിയർ ആയിട്ട് 1 by 1 ആയിട്ട് ബെറ്റർ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ നൽകുന്ന സൂമിലൂടെ നൽകുന്ന 10 ദിവസത്തെ കോഴ്സ് ഉണ്ട്. ആ കോഴ്സിലേക്ക് വരിക. അതിന് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ PCA സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ നൽകും. ആ ആള് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നമുക്ക് ഇൻ ഡെപ്തിൽ വർക്ക് ബുക്ക് ഉണ്ടാവും, കാര്യങ്ങൾ ചെയ്യാൻ. നിങ്ങളുടെ ലൈഫിന്റെ മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ബെറ്റർ അവയർനെസ്സോട് കൂടിയിട്ട് ബെറ്റർ മൈൻഡ് പവർ, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ പുറത്തെടുത്ത് നിങ്ങളുടെ എനർജി ഫീൽഡിൽ ഫുൾ ടൈം പോസിറ്റീവ് ഫീലിംഗ് നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന, നിങ്ങളുടെ ലൈഫിനെ ബെറ്റർ ആക്കാൻ പറ്റുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെ നിങ്ങളെ ചേഞ്ചിലൂടെ, ട്രാൻസ്ഫോർമേഷൻ ജേർണിയിലൂടെ കടത്തിവിട്ട് നിങ്ങൾക്ക് ഒരു ബെറ്റർ ഫ്യൂച്ചർ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സഹായിക്കുന്ന ഒരു കോഴ്സാണ്. സോ കം ആൻഡ് ജോയിൻ and let me help you and let my team help you. And if you need that support, just come and join and change your life. Okay, so June 5th-ന് ആരംഭിക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ വിത്ത് മൈൻഡ് പവർ എന്ന് പറയുന്ന അതിൽ ലോ ഓഫ് അട്രാക്ഷൻ എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോഴ്സാണ്. ഇറ്റ് വിൽ ബി റിയലി അമേസിംഗ്. സോ കം ആൻഡ് ജോയിൻ ചെയ്യാം. സോ ഐ ഹോപ്പ് ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കോഴ്സിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ ആ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കുക കേട്ടോ. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. ഇന്നത്തെ സെഷനിൽ ജോയിൻ ചെയ്തതിന് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ പറയാം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഓക്കെ, താങ്ക് യു എവറി വൺ. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ സെഷനെ കുറിച്ചിട്ടുള്ള ഈ ഒരു ക്ലാസിന്റെ ലിങ്ക് റെക്കോർഡ് വരും. അത് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ നടക്കുന്ന എവറി ഡേ മോർണിംഗിൽ നടക്കുന്ന ഈ സെഷൻസിനെ കുറിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ ഗ്രൂപ്പിൽ നിങ്ങൾ പറയുക കേട്ടോ. താങ്ക് യു സോ മച്ച്. സുഹൃത്തുക്കളോട് പറയാം ഈ ക്ലാസ് എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്, എത്രത്തോളം നിങ്ങൾക്ക് ഇതേപോലെ പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്, അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഈ ക്ലാസ്സുകൾ എത്തിച്ചു കൊടുക്കുക, അവരെ ഈ ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. ഓക്കെ, മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇൻവൈറ്റ് ദം ആസ് വെൽ. ഇങ്ങനെ ഒരു കോഴ്സ് നടക്കാൻ പോകുന്നുണ്ട്, നിങ്ങൾക്ക് ഉപകാരപ്പെടുമായിരിക്കും. അതിനു മുൻപ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ടീമുമായിട്ട് സംസാരിച്ചിട്ട് കോഴ്സിലേക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം എന്നൊക്കെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. Just have the conversation, help other people to achieve and change their life and help them to heal their problems and traumas and let us help them. Okay? Wish you all the very best. Thank you so much for joining. അടുത്തൊരു ദിവസം മറ്റൊരു വിഷയമായിട്ട് നമ്മൾ വീണ്ടും കാണാം കേട്ടോ. ഹാവ് എ ഗ്രേറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ സെഷനെ കുറിച്ച് ഗ്രൂപ്പിൽ ഒന്ന് ഫീഡ്ബാക്കുകൾ ഷെയർ ചെയ്യട്ടോ. ഓഡിയോ രൂപത്തിലോ ടെക്സ്റ്റ് രൂപത്തിലോ വീഡിയോ രൂപത്തിലോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ഷെയർ ചെയ്യും. ഷെയർ യുവർ ഫീഡ്ബാക്ക് ഫോർ അബൌട്ട് ടുഡേ സെഷൻ. ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. മറക്കരുത്, നമുക്ക് അധികം വൈകാതെ ഒരു മീറ്റപ്പ് നമ്മൾ വെക്കുന്നതാണ്. ആ മീറ്റപ്പിലേക്ക് നിങ്ങൾ വരണം. യു ഷുഡ് കം ആൻഡ് we will have a beautiful family.
ഓക്കെ, നമ്മളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാമിലി നമ്മൾ ഇതിലൂടെ ബിൽഡ് ചെയ്തെടുക്കും. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു എവരി വൺ. അപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യട്ടെ ഗ്രൂപ്പിലൊക്കെ, മറക്കരുത്. താങ്ക് യു. നമ്മുടെ സെഷൻ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യണം. ശരത്, പ്ലീസ്, we want you to wind up the session.